സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ. ഭാഗം 2. സ്വയം അവനവനിൽ നടത്തുന്ന ഒരു റിസർച്ചായി കരുതി ഓരോ നിമിഷവും ആസ്വദിച്ചു വേണം ആത്മവിദ്യയെ സമീപിക്കാൻ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്ന്. ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ ജനിക്കില്ലായിരുന്നു. ആത്മസുഖം അനുഭവിച്ച് ആ പരമാത്മ ചൈതന്യത്തിൽ തന്നെ നിലകൊള്ളുമായിരുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ മുൻ ജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. ഒരു വ്യക്തി അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അവരുടെ പ്രവൃത്തിക്ക് പ്രപഞ്ചം കൊടുക്കുന്ന ശിക്ഷയാണ്. നാം ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി വ്യക്തികളിൽ മാറ്റം വന്ന് നന്നാവാൻ വേണ്ടിയാണ് പ്രപഞ്ചം ഒരുവന് ശിക്ഷ നൽകുന്നത്. അപ്പോൾ അവരോട് സഹതാപം തോന്നി സഹായിക്കുമ്പോൾ ആ വ്യക്തിക്ക് നന്നാവാൻ വേണ്ടി പ്രപഞ്ചം ഒരുക്കിയ അവസരം നമ്മളായിട്ടില്ലാതാക്കുകയാണ്. അതിന്റെ കർമ്മഫലം നമ്മളും അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന സഹായം താൽക്കാലികം മാത്രമാണ്. അവന്റെ പ്രശ്നങ്ങൾക്കുള്ള പെർമനന്റ് സൊല്യൂഷൻ അല്ല എന്നതാണ് ഇവിടെ പ്രശ്നം. മുൻ ജന്മങ്ങളിൽ തുടങ്ങി ഇന്നുവരെ എന്തൊക്കെ ചെയ്തോ അതിൽ നിന്നെല്ലാം മോചനം നേടി നന്നാവാനുള്ള ഒരു അവസരമാണ് SMS മെഡിറ്റേഷനിലൂടെ ഒരുക്കുന്നത്. ശാശ്വതമായ ഒരു മാറ്റമില്ലാതെ താൽക്കാലികമായി എന്തേലും സഹായം ചെയ്ത് വീണ്ടും കർമ്മഫലങ്ങൾ കൂട്ടി നരക ജീവിതം നയിച്ച് ഈ ഭൂമുഖത്തു നിന്നും യാത്രയാകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് സഹായം ചെയ്യുന്ന വ്യക്തിക്കും സഹായം ലഭിക്കുന്ന വ്യക്തിക്കും ഗുണപ്രദമാവില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ദോഷത്തിലേക്ക് പോവുകയേ ഉള്ളൂ. നമുക്ക് സ്വയം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തി നേടി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി സംതൃപ്തമായ ജീവിതം നയിക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം ആത്മജ്ഞാനി അല്ലാത്തതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്തെത്തുന്നത്. അങ്ങനെ ആത്മജ്ഞാനികളായ ഗുരുക്കന്മാരുടെ മുന്നിലെത്തിയാൽ ഗുരു പറയുന്നത് മൗനമായിരുന്ന് വിനയപൂർവ്വം ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി അക്ഷരം പ്രതി അനുസരിച്ച് നമ്മളിലെ തെറ്റുകൾ നിരന്തരം തിരുത്തി കൂടുതൽ കൂടുതൽ നിസ്വാർത്ഥരായി ജീവിതം നയിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചോദ്യത്തിനും സംശയത്തിനുമുള്ള ഉത്തരം ഒന്നും ചോദിക്കാതെ തന്നെ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും. നമ്മൾ സ്വയം നമ്മളിലാണ് ശുദ്ധീകരണം നടത്തേണ്ടത്. നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രപഞ്ചം നമുക്ക് വേണ്ടതെല്ലാം എത്തിച്ചു തരും. അവിടെ ഒരു ചോദ്യത്തിന്റെ പോലും ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ സ്വയം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തി നിരന്തരം നമ്മളെ ശുദ്ധമാക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ പാകമാകുമ്പോൾ പ്രപഞ്ചം നമ്മെ അനുഗ്രഹിക്കും. ആത്മവിദ്യയിൽ നമ്മൾ സ്വയം അവനവനെയാണ് ശുദ്ധീകരിക്കുന്നത്. ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളുമായി പ്രപഞ്ചത്തെ സമീപിക്കാതെ നമ്മൾ ഓരോരുത്തരും അവനവനിൽ തന്നെ നടത്തുന്ന ഒരു റിസർച്ചായി കരുതി ഓരോ നിമിഷവും ആസ്വദിച്ചു വേണം ഈ വിദ്യയെ സമീപിക്കാൻ. ഏതൊരു പ്രശ്നം വരുമ്പോഴും ആ പ്രശ്നത്തിനുള്ള കാരണമാണ് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇല്ലാതെയാക്കേണ്ടത്. ദുഃഖവും സന്തോഷവും എല്ലാം നൈമിഷികമാണ്. എല്ലാം നമ്മുടെ പരീക്ഷണങ്ങൾക്കുള്ള ഉപാധികൾ മാത്രം. ഇവിടെ സ്വയം അവനവൻ തന്നെയാണ് പരീക്ഷണങ്ങൾ നടത്തുന്നതും പരീക്ഷിക്കപ്പെടുന്നതും പരീക്ഷണങ്ങൾക്കൊടുവിൽ അറിവ് സമ്പാദിക്കുന്നതും. അവിടെ ദുഃഖവും സന്തോഷവും നല്ലതും ചീത്തയും പുണ്യവും പാപവും ഒന്നുമില്ല. എല്ലാം തിരിച്ചറിവുകൾ മാത്രം. ആത്മസംതൃപ്തി, അത്രമാത്രം. നമ്മുടെ ജീവിത ലക്ഷ്യം മോക്ഷമാണ്. മോക്ഷം എന്നത് ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം പ്രയത്നിച്ച് നേടിയെടുക്കേണ്ടതാണ്. മരണശേഷം ബലികർമ്മങ്ങൾ ചെയ്താൽ ലഭിക്കുന്ന ഒന്നല്ല മോക്ഷം. ഒന്നിനോടും അറ്റാച്ച്ഡുമല്ല, എന്നാൽ ഒന്നിൽ നിന്നും ഡിറ്റാച്ച്ഡുമല്ലാതെ, ചേമ്പിലയിൽ വെള്ളം പോലെ ഒന്നിനോടും ഒട്ടലില്ലാതെ ആഗ്രഹങ്ങളില്ലാതെ ആത്മസുഖം അനുഭവിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് മോക്ഷം. മരണശേഷം മറ്റൊരാൾക്ക് മോക്ഷം കൊടുക്കാൻ മക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് മരണശേഷം കർമ്മഫലമായി അനുഭവിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ശരീരപീഡയാണ്. മൃത്യുവിനെ ജയിക്കാനുള്ള വിദ്യയാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. അതിന് ഒരു ഗുരുമാർഗത്തിലൂടെ, അതായത് ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന വഴിയിലൂടെ ജീവിക്കണം. SMS മെഡിറ്റേഷൻ നിരന്തരം ചെയ്തു പോകുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം പതിയെ പതിയെ നമ്മളിലേക്ക് വന്നു ചേരും.